ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നൊരു അടിപൊളി സെറ്റപ്പാണ്. അതായത് നമ്മുടെ വീട്ടിൽ സാധാരണ കാണപ്പെടുന്ന ഈ പല്ലി, പാറ്റ, പിന്നെ ഭയങ്കരമായിട്ട് ഉറുമ്പുകൾ, അങ്ങനെ ഓരോ സാധനങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ അതിനെങ്ങനെ തുരത്താം, അതിനെ നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ തുരത്തി കളയാം എന്നാണ് നമ്മൾ പല വഴികളും നമ്മൾ നോക്കുന്ന. സോപ്പ് പൊടി അങ്ങനെ പല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിനെ തുരത്താൻ നോക്കും, പക്ഷേ അത് തുരന്ന് പോകില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഈച്ചകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സീനാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈച്ചകൾ വന്ന് ടേബിളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ തിറ്റങ്ങളെ എങ്ങനെ പൂർണ്ണമായിട്ടും തുരത്തി കളയാം എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് അവരെ തുരത്താനുള്ള ഒരു മിശ്രിതം തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മെയിനായിട്ട് ഈ സിങ്കിലും പല്ലി, പാറ്റ, വില്ലനായി നിൽക്കണ ഈ മറ്റേ സിങ്ക്, അങ്ങനെ അതേപോലെ അടുക്കള, അതേപോലെ ഡൈനിങ് ടേബിൾ, അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവർ നമ്മൾ എത്ര തുരത്തി കഴിഞ്ഞാലും അവർ ഏതെങ്കിലുമൊക്കെ മൂലക്കായിട്ട് അവർ താമസം ഉറപ്പിച്ചിട്ട് പെറ്റ് പെരുകി അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവയ്ക്ക് ഇഷ്ടാനുസരണം ഒളിച്ചിരിക്കാനുള്ള ധാരാളം ഇടങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതും അടുക്കളയിൽ മാത്രമല്ല കേട്ടോ, പല സ്ഥലങ്ങളും മുക്കിലും മൂലയിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഈ അടുക്കള വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റൂം, ഡൈനിങ് ഹാള് ഒക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു നമ്മളൊരു മിശ്രിതം തയ്യാറാക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറഞ്ഞാൽ തേയിലപ്പൊടിയാണ്. തേയിലപ്പൊടി 2 സ്പൂണ്, പിന്നെ ടൂത്ത് പേസ്റ്റ് 1 സ്പൂണ്, പിന്നെ ബേക്കിംഗ് സോഡ 1 സ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 സ്പൂണ്. ഈ ഒരു 4 ഐറ്റം, ഈ ഒരു 4 ഐറ്റം സാധനങ്ങളാണ് വേണ്ടത്. ഈ ഒരു 4 ഐറ്റം കൊണ്ട് നമുക്ക് ഇവരെ തുരത്താനുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെ നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ 2 സ്പൂണ് തേയിലപ്പൊടി എടുക്കുക. അതിലേക്ക് 1 സ്പൂണ് ടൂത്ത് പേസ്റ്റ്, 1 സ്പൂണ് ബേക്കിംഗ് സോഡ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കുക, യോജിപ്പിക്കുക. ഇതൊക്കെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ടിത് ഒരു ചെറിയ ഉരുളകളാക്കി വെക്കുക. ഇങ്ങനെ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ വെക്കുക. ഉരുളകളാക്കിയിട്ട് അത് നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത്, എവിടേക്കാണ് അടുക്കളേണ്ട ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെക്കുക. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിലാണെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുക. ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഈച്ചക്കും ഈ പാറ്റകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് പല്ലി, പാറ്റ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നന്നായിട്ട് ശ്വസിക്കുകയും ചെയ്യും. അതുപോലെ ഈ വാളത്തിൽ വന്നിട്ട് അത് നശിച്ചു പോകും. അപ്പോൾ തന്നെ ആയിട്ട് ഡെത്തായി പോകും. അത് നന്നായിട്ട് ശ്വസിക്കുമ്പോൾ തന്നെ അവറ്റങ്ങൾ ഡെത്തായി പോകും. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവറ്റങ്ങൾ ഡെത്തായി പോവുകയും ചെയ്യും. അല്ലാതെ വേറെ കാര്യങ്ങളും കൊണ്ട് ചെയ്യാനില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഉരുട്ടി എവിടെ വേണ്ട വെച്ചാൽ ഏത് സ്ഥലത്താണോ ഇതിട്ട് അധികം കൂടുതലായിട്ട് ഡിസ്റ്റർബ് ആവുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഉരുട്ടി കൊണ്ട് വെക്കുക. അടുക്കളുടെ നമ്മൾ അടുക്കളുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ശ്വസിച്ചിട്ട് അതിൻ്റെ മണം സ്മെല്ല് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടായിട്ട് അങ്ങനെ അത് ശ്വസിച്ചിട്ട് എത്തായിപ്പോവും. പിന്നെ ഈ പാറ്റയും വലിയ അമിതമായി ഉള്ളിടത്ത് വേണം വെക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഇനി ഉരുളകളാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഉരുളകളാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ചെറിയ ഉരുളകളാക്കുന്നതിന് പകരം നമ്മൾ തേയില വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് യോജിപ്പിച്ച് അരിച്ചെടുത്തിട്ട് കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ മിശ്രിതം, അത് ഒരു സ്പ്രേ കുപ്പിയിലേക്ക് മാറ്റി ഉപയോഗിക്കുക. അതായത് ഈ മിശ്രിതം പല്ലിയും പാറ്റയൊക്കെ വരുന്ന സ്ഥലം ഏതാണോ അവിടെ കൊണ്ടുപോയിട്ട് സ്പ്രേ ചെയ്യുക. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെ അവിടെ വന്നിട്ട് അത് ശ്വസിച്ച് കഴിഞ്ഞാൽ അവർ ഡെത്തായി പോകും. പിന്നെ ഈ പല്ലിയും പാറ്റയും ഒന്നും നമ്മൾ വീട്ടിനകത്തുണ്ടാവില്ല. ഈച്ച പോലുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ വന്നിട്ട് നമുക്ക് ഡിസ്റ്റർബ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.